LPG വില വീണ്ടും ഉയർന്നു. വാണിജ്യ സിലിണ്ടർ 2000 കടന്നു. പൊതുമേഖലാ എണ്ണ വിതരണ കമ്പനികൾ വാണിജ്യ ആവശ്യത്തിനുള്ള LPG സിലിണ്ടർ വില വീണ്ടും കുത്തനെ കൂട്ടി. ഇന്നു പ്രാബല്യത്തിൽ വന്ന വിധം 195.50 രൂപ ഉയർത്തിയത്. ഇതോടെ കൊച്ചിയിൽ വില 2092 രൂപയായി. കോഴിക്കോട്ട് 2214.5 രൂപ, തിരുവനന്തപുരത്ത് 2113 രൂപ. കഴിഞ്ഞ മാസം 7-ന് 115 രൂപയും കൂട്ടിയിരുന്നു. വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്ന സിലിണ്ടറിന്റെ വില തൽക്കാലം കൂട്ടിയിട്ടില്ലെന്നത് സാധാരണക്കാർക്ക് ആശ്വാസമാണ്. എന്നാൽ മാർച്ച് 7-ന് ഈ സിലിണ്ടറിന്റെ വിലയിലും 60 രൂപ വർദ്ധിച്ചിരുന്നു. തിരുവനന്തപുരത്ത് 922 രൂപയും കൊച്ചിയിൽ 920 രൂപയും കോഴിക്കോട്ട് 921.5 രൂപയുമാണ് വില. വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണം ഇനിയും സാധാരണ നിലയിൽ ആയിട്ടില്ലാത്തതിനാൽ കേരളത്തിൽ 50% ഹോട്ടലുകളും അടഞ്ഞുകിടപ്പാണ്. ബാക്കിയുള്ള ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും സിലിണ്ടർ ക്ഷാമം സാരമായി ബാധിക്കുന്നുണ്ടെന്നാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത്. നിലവിലെ പശ്ചിമേഷ്യൻ സാഹചര്യത്തിൽ വില വർദ്ധിപ്പിച്ചത് അംഗീകരിക്കാം. എന്നാൽ പ്രവർത്തിക്കാൻ ആവശ്യമായ സിലിണ്ടർ കൃത്യമായി ലഭിച്ചാൽ മാത്രം മതിയെന്ന് അദ്ദേഹം വ്യക്തമാക്കി. വാണിജ്യ സിലിണ്ടറിന്റെ വില കമ്പനികൾ തുടർച്ചയായി കൂട്ടുകയാണ്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബഡ്ജറ്റ് അവതരണം നടത്തിയ ഫെബ്രുവരി 1-ന് വാണിജ്യ സിലിണ്ടറിന് 49 രൂപ കൂട്ടിയിരുന്നു. ജനുവരി 1-ന് 111 രൂപ വർദ്ധിപ്പിച്ചതിന് പിന്നാലെയായിരുന്നു അത്. തുടർന്ന് മാർച്ച് 1-ന് 28 മുതൽ 31 രൂപ വരെ കൂട്ടി. മാർച്ച് 7-ന് 115 രൂപയും. സംസ്ഥാനങ്ങൾക്കുള്ള വാണിജ്യ LPG സിലിണ്ടറുകളുടെ വിഹിതം കഴിഞ്ഞ ദിവസം 20% കൂട്ടി കേന്ദ്രം പുനഃസ്ഥാപിച്ചിരുന്നു. ഇതോടെ മിക്ക സംസ്ഥാനങ്ങളുടെയും ആകെ വിഹിതം 70%.